യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന 6438 നമ്പർ ബാംഗ്ലൂർ മെയിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ പുറപ്പെടുന്നു. എന്റെ പെട്ടി ആരോട് ചോദിച്ചിട്ടാ താൻ എടുക്കണം? വെക്കണോ താഴെ? മാഡം ഓതറൈസ്ഡ് പോർട്ടർ കൂലി. ഓതറൈസ്ഡ് പോർട്ടർ ആണല്ലേ? എന്റെ സമ്മതം ഇല്ലാണ്ട് താൻ എന്തിനാണോ എന്റെ പെട്ടി ഏറ്റുന്നത്? മാഡം പുറത്തേക്ക് പോകാനല്ല നിൽക്കുന്നേ. ആര് പറഞ്ഞു തന്നോട് ഞാൻ പുറത്തേക്കാ പോകുന്നത്? എനിക്ക് അടുത്ത ട്രെയിനിൽ പോവാനുള്ള ഇതും അത് കൊടുക്കണം. അല്ല ഞാൻ മാഡം ഈ എൻജിൻ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ഇനി അങ്ങോട്ട് പ്ലാറ്റ്ഫോം ഇല്ല. ഇവിടെ എൻജിൻ വന്ന് നിൽക്കണ സ്ഥലമല്ലേ? എന്റെ ലാസ്റ്റ് കമ്പാർട്ട്മെന്റാ. വാ വാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഫോളോ മീ. മാഡം ബോംബെക്ക് ആയിരിക്കുമല്ലേ? അപ്പം ഡൽഹി തന്നെ. തിരിച്ചു വരാൻ നേരം ഒരു മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ പ്ലാറ്റ്ഫോമിൽ കണ്ടേക്കാം. ഹലോ, ഞാനാണ്. ട്രെയിൻ കറക്റ്റ് ടൈമാണ്. അതെ, ഞാൻ സ്പോട്ടിൽ തന്നെ ഉണ്ട്. എന്താ? എവറിത്തിങ് ഇസ് അണ്ടർ മൈ കൺട്രോൾ. ഡോണ്ട് വറി. ഓക്കെ. അമ്മ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അച്ഛൻ എന്നെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം. വാവാച്ചി, നിന്നോട് ഞാൻ മിണ്ടില്ല. നീ അങ്ങനെ ഒരുമിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സൂക്കിയല്ലേ? വേണ്ട, അങ്ങനെ നീ മാത്രം ഒറ്റയ്ക്ക് സൂക്കണ്ട. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാരും പോയി. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഞാനും വരിക നിങ്ങളുടെ കൂടെ. ഞാനും വരിക. പെട്ടി കൊണ്ടുവന്ന് ഓതറൈസ്ഡ് പോർട്ടൽ ലൈസൻസ്. വരാൻ പോകുന്ന ട്രെയിനിൽ എത്ര പാസഞ്ചേഴ്സ് കാണും? എന്റെ മേഡം, അതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നു? അല്ല, ഒന്ന് ഏകദേശം പറഞ്ഞാൽ മതി. ഏകദേശം ഒരു 1000 പേര്. 1000 പേര്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ ശരിയായില്ല. 1000 ആൾക്ക് വേണ്ടി ഞാൻ ഈ സാധനം അപ്പോൾ വേസ്റ്റ് ചെയ്യണം. ഫുഡാണല്ലേ മാഡം? ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു വ്യാജൻ ഇവിടെ വിളിച്ചായിരുന്നു. എന്ത്? എന്റെ നോക്കട്ടോ, തനിക്ക് ഇപ്പൊ വിശ്വാസായോ? തനിക്ക് വിശ്വാസായോന്ന്? ഈ സ്വിച്ച് കണ്ടോ? താൻ അലറിയ ഞാൻ ഇപ്പൊ ഈ സ്വിച്ച് അമർത്തും. ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ലല്ലോ. നീ ഒരു തെറ്റും ചെയ്തില്ല അല്ലേ? എന്റെ അച്ഛനും അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ? അവരെന്തിനാ കൊന്നേ? എന്റെ വാവാച്ചി, അവളെ നിങ്ങളല്ലേ കൊന്നേ? വാവാച്ചിയെ കൊന്ന ഞാനല്ല. നീ അല്ലേ? അല്ല. അപ്പൊ നീയാണോ എന്റെ അച്ഛനും അമ്മയും കൊന്നത്? അത് പണ്ട ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം നീ അല്ല അവരെ. എനിക്കറിയാം നീ അല്ല അവരെ കൊന്നതെന്ന് എനിക്കറിയാം. അവരെ കൊന്നത് ഇവിടുത്തെ ഗവൺമെന്റാ. എനിക്ക് എല്ലാത്തിനോടും പ്രതികാരം. ഒരു കാര്യം പറയട്ടെ, ഈ ഗവൺമെന്റിനോട് ഇതൊക്കെ പ്രതികാരമാണെന്ന് അവർ വിശ്വസിക്കത്തില്ല. ഞങ്ങൾ കുറെ പേര് ചാവുമെന്നല്ലാതെ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇത് കേട്ടെ. എനിക്കൊന്ന് കേൾക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് മരുന്ന്, ഭക്ഷണം, ഇതൊക്കെ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ തണ്ടും തടിയൊക്കെ ഉള്ളൂ, വേറൊരു പ്രയോജനമൊന്നുമില്ല. അതുപോലെ തന്നെ വേണ്ടേ, ജനിക്കാനിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ, ജനിച്ചു കഴിഞ്ഞ എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ ആഗ്രഹങ്ങൾ വെച്ച് എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തിനാ ജീവിതത്തിൽ ഇത്ര വിരക്തി? ഞങ്ങൾ രക്ഷിക്കണം. തനിക്ക് രക്ഷപ്പെടണോ? ശരി, തന്നെ ഞാൻ രക്ഷപ്പെടുത്താം. പക്ഷേ അതിനു മുമ്പ് താൻ എൻ്റെ കൂടെ ഒരു ഗെയിം കളിക്കണം. ഗെയിമോ? കളി കളി
കേട്ടിട്ടില്ലേ? എനിക്ക് ആ പാടായിരുന്നു തൊങ്ങിത്തൊട്ട് കളിയാ. അത് 10-30 വർഷം മുമ്പ് കളിച്ചതാ. ഇത് അങ്ങനത്തെ കളിയൊന്നുമല്ല. പിന്നെ വാ, വാ, വാ. ഇത് കണ്ടോ? ബോംബല്ലേ? ആ, ഇതില് 2 വയറ് കണ്ടോ? ഇത് ഒരു വയറ് ഊരിയ താനും ദാ, ദാ, ഈ കാണുന്ന എല്ലാരും ഉണ്ടല്ലോ, ഒറ്റ സെക്കൻഡിന്റെ ഉള്ളിൽ ആ വയറ് പറിക്കണ്ട. വേണ്ട. മറ്റേ വയറൂരിയ അതെ, തനിക്ക് രക്ഷപ്പെടാം. അതെ. അതാണ് ഗെയിം. വയറ് താൻ മാറ്റണം. വീട്ടിൽ കറണ്ട് പോയാൽ പോലും ഫ്യൂസ് കെട്ടാനോ വയറ് കെട്ടാനോ അറിയാത്തോ ഞാന്. വേണ്ട കേട്ടോ, എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ തനിക്ക് 10 സെക്കൻഡ് സമയം തരും. അതിനുള്ളിൽ താൻ കറക്റ്റ് ഫ്യൂസ് ഊരിക്കോളാം. വേണ്ട, ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം പ്ലീസ്. Your time starts now. 10. എനിക്ക് ബോംബിന്റെ പണി അറിയില്ല, സത്യമായിട്ട് അറിയത്തില്ല. പണ്ട് അമ്മ പറഞ്ഞ ITക്ക് പോയാ മതി. ഒരു വയറുകളായി എനിക്ക് വയ്യ, ഞാനില്ല പോ. 8 മതി. 7 അയ്യോ ഇത് എനിക്ക് അറിയത്തില്ല. 6 5 ഒരു മിനിറ്റ്. എന്തോരം വയറുകളായിട്ടില്ല. കണ്ടല്ലോ, ഞാൻ നോക്കണം. ഒരു മിനിറ്റ്. ഈ സമയത്ത് ആരും വരുന്നില്ല. 3 ഒരു മിനിറ്റ്. 2 1. ഞാൻ നീങ്ങുന്ന മണ്ണണക്ക് And 0. എടീ പൊന്നു മോളെ, ഞാൻ ജയിച്ചടി. കളി ഞാൻ ജയിച്ചു. ആഹാ, നീ നമ്മളെ ബോംബിന്റെ പണി പഠിപ്പിക്കുമല്ലേ? എന്തേ ഇനി നീ രക്ഷപ്പെടുന്നെന്ന് കാണണമല്ലോ. താൻ ജയിച്ചില്ലേ? കൈ കൊടു. പക്ഷെ ഗെയിം ആവുമ്പോ താൻ മാത്രം ജയിച്ചാ പക്ഷെ ഞാനാണല്ലോ ജയിച്ചത്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. പോലീസ് എടി എളുപ്പം അവരെ വിളിച്ചോണ്ട് വാ. എടി ഒരു കാര്യമുണ്ട്, അത്യാവശ്യ കാര്യമാണ്. എടി വാ എളുപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങേറ്റത്. എന്താ ഈ കളിയിൽ താൻ ജയിച്ചില്ലേ? നമുക്കേ വേറൊരു കളി കൂടി. വേറൊരു കളി ഞാൻ പഠിപ്പിക്കാരി. അടുത്ത കളി കളിക്കാം. അടുത്ത ബോംബ് മാത്രമേ ഉള്ളൂ. Fabulous. Thank you, sir. Thank you. ഇത്രയൊരു ഇംപ്രവൈസേറ്ററി സ്കിൽസ് നമ്മളുടെ പല പ്രൊഫഷണൽ ആക്ടേഴ്സിനും ഇല്ല. ആ സിറ്റുവേഷൻ്റെ എല്ലാ ഏരിയകളിലേക്ക് നിങ്ങൾ കടന്നുപോയി. ഫ്യൂ തിങ്സ്. സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ ആ ക്യാരക്ടറുടെ ഒരു ലോജിക്, അതിൻ്റെ ഗ്രോത്ത്, അതിനുണ്ടാവുന്ന സിറ്റുവേഷനിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം കുറച്ചുകൂടി ലോജിക്കലാണ്, അത് ക്ലിയറാണ്. ജ്യോതിയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവാതിരുന്നത് ഈ ക്യാരക്ടറുടെ ഒരു ലോജിക് എന്താണെന്നുള്ളതാണ്. ഈസ് ഷീ ഔട്ട് ഓഫ് ഹെർ മൈൻഡ് ഓർ അങ്ങനെ അതാണോ, അതോ ഈസ് ഷീ റിയലി ഒരു എക്സെൻട്രിസിറ്റിയാണ് സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ചില കോൺഫ്ലിക്റ്റുകൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ആക്ച്വലി അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ടെററിസ്റ്റ് ആണെന്നൊരു സമയത്ത് തോന്നിക്കുക, അതോ ഏതോ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസിൻ്റെ ഭാഗമാണെന്നുള്ളത് തോന്നിക്കുക, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള, എന്നാൽ ഇല്ലോജിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്നതിലേക്ക് ചെന്നെത്തുക, ഇങ്ങനെയുള്ള വേരിയേഷൻസ്. സെയിം വേ സിദ്ധാർത്ഥ് ടോട്ടലി ബിലീവ്ഡ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ബോംബ് അതിനകത്തുണ്ട് എന്നുള്ളത് ബിലീവ് ചെയ്തു. എക്സ്ട്രീംലി വെൽ ഡൺ, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻസ്, ഇറ്റ് വാസ് എക്സലൻറ്റ്. താങ്ക് യു സർ. ഒരു നല്ല കോമിക് ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്, എസ്പെഷ്യലി ദാറ്റ് അത് ബോംബാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് സൈലൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇൻ ദിസ് സ്കിറ്റ് ഐ തിങ്ക്, യുനോ. കാരണം അത്തരം സൈലൻസും അത്തരം ഒരു കോമിക് പോസ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാന്നല്ല കേട്ടോ, നമ്മുടെ സിനിമകളിലായാലും നാടകങ്ങളിലായാലും ഒക്കെ നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്തിട്ട് ഫ്യൂസ് എന്നുള്ളത്, ഫ്യൂസ് മാറ്റണം എന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഇത് തന്നത്. ആൻഡ് ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക് മൊമെൻറ്റ്. ആരെയാണ് വിളിച്ചത് ലാസ്റ്റിൽ? സിദ്ധാർത്ഥ് ഫോർ ഹെൽപ്പ് സർ. അതെ, എന്നുവെച്ചാൽ സിദ്ധു തുടങ്ങിയത്
ഞാൻ പറഞ്ഞില്ലേ അവരിവിടെ ഉണ്ട് എന്നൊക്കെയുള്ള ലൈനിലാണ് തുടങ്ങിയത്. യുനോ അത് അപ്പം ആരോടൊപ്പം എന്തോ നേരത്തെ പറഞ്ഞിരുന്നോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ഒരു സാധാരണ കാണി എന്നുള്ള ലൈനിലാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ബട്ട് അത് എൻ്റെ മിസ്റ്റേക്ക് ഐ എം സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സിധുവിൻ്റെ ബോഡി ലാംഗ്വേജ്, ആ ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഡയലോഗ് ഡെലിവറി എല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമായത് ആ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ഇത് പറഞ്ഞില്ലേ, മിസ് കോൾ കളിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദാറ്റ് വാസ് ഗുഡ്. കമ്മിങ് ടു ജ്യോതി, ജ്യോതി എന്തിനാ ആദ്യം വന്നപ്പോൾ അവിടെ വീണത്? അത് ഓക്കെ, പക്ഷെ അതൊരു ഒരു റീസണില്ല അതിന്. വൈ ഡിഡ് യു ഫോൾ? ചുമ്മാ അവിടെ വന്നിരിക്കായിരുന്നല്ലോ ബാഗ് ഒക്കെ വെച്ചിട്ട്. അതൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എന്തിനാണ് അതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു കാര്യം എന്തിനു ചെയ്തു? whereas you could have used that moment to reveal your character a little more. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ചോദിച്ചെടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ് പറയുമ്പം ഇപ്പോൾ സിദ്ധാർത്ഥ് ഈസ് ശ്യാം സാർ ഒരു വേർഡ് യൂസ് ചെയ്തു, ദറ്റ് യു ബിലീവ്ഡ് ഇൻ വാട്ട് ഹി ഡിഡ്. അത് അപ്പോൾ അത് അത്രയും ഭയങ്കര റിയലായിട്ട് ലൈവായിട്ട് തോന്നി. ഹി വാസ് സോ പെർഫെക്റ്റ് വിത്ത് ഹിസ് ഡയലോഗ്സ്. അതുപോലെ ജ്യോതിയും കൂടെ കുറച്ച് അതിനൊരു ശ്രദ്ധിക്കണം കേട്ടോ. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്, വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്.